എല്ലാവർക്കും നമസ്കാരം. ഒരു കേരളത്തിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ഒരു മെഡിക്കൽ PG സ്റ്റുഡൻറ്റിൻ്റെ മാസ സ്റ്റൈഫൻഡ് എത്രയാണ്? ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യമാണ്. ഒരുപാട് പേർക്ക് അറിയത്തുമില്ല. ഒരുപാട് പേര് ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ PG കേരളം എന്ന് പറഞ്ഞാൽ വളരെ ഫ്രീ ആണ്, നമുക്ക് ₹1 കൊടുക്കേണ്ടതെന്നൊക്കെയാണ്. അങ്ങനെയല്ല. ഏകദേശം 87,000 രൂപയ്ക്ക് അടുത്ത് ഫസ്റ്റ് ഇയറിൽ എനിക്ക് ഫീസ് അടയ്ക്കേണ്ടി വന്നു. അടുത്ത വർഷം ഏകദേശം ഒരു അറൗണ്ട് 75 എനിക്ക് PGക്ക് ഫീസ് അടയ്ക്കണം കേരളത്തിൽ. മറ്റ് സ്റ്റേറ്റുകളിൽ ചില സ്റ്റേറ്റുകളിൽ കൂടുതലുണ്ട്, ബഹുഭൂരിപക്ഷം സ്റ്റേറ്റുകളിലും കുറവാണ്. ഡൽഹിയിലും ഉത്തർപ്രദേശിലും ഗുജറാത്തിലും നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറവാണ്, 30,000 താഴെയൊക്കെ ഉള്ളൂ. എല്ലായിടത്തും അങ്ങനെയാണ് വേണ്ടത്. കാരണം മെഡിക്കൽ പ്രൊഫഷൻ പ്രത്യേകിച്ച് PG പഠിക്കാൻ നമുക്ക് വേറെ വരുമാനം കാര്യങ്ങളൊന്നുമില്ല, പ്രത്യേകിച്ച് ക്ലിനിക്കിലുള്ളവർക്ക്. ഞാനൊക്കെ നോൺ ക്ലിനിക്കാണ്, കുഴപ്പമില്ല. സോ നമുക്ക് ഡയറക്റ്റായിട്ട് കാര്യത്തിലേക്ക് വരാം. ഇതാണ് എൻ്റെ ഒരു മാസത്തെ PG സ്റ്റൈഫൻഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവും എത്രയാണെന്നുള്ളത്. 57,000 അറൗണ്ടാണ് ഒരു മന്ത്ലി എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ മാസത്തെ ഞാൻ പറഞ്ഞതൊക്കെ തന്നെ നല്ലൊരു എമൗണ്ട് CMDRFിലേക്ക്, ചീഫ് മിനിസ്റ്റർ ഡിസ്ട്രസ് റിലീഫ് ഫണ്ടിലേക്ക് എന്തായാലും അയക്കുന്നതായിരിക്കും. സോ അത് ഞാൻ ആദ്യമേ പറഞ്ഞു തന്നെയാണ്, എത്ര ക്യാഷ് വന്നാലും കൊടുക്കണമെന്നുള്ള കാര്യം. കാരണം നമുക്ക് ഡയറക്റ്റ് അവിടെ പോയി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പറ്റുന്ന കാര്യങ്ങൾ ഒന്നുകിൽ കളക്ഷൻ പോയിന്റിൽ സാധനങ്ങൾ എത്തിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫണ്ടുകളിലേക്ക് അയക്കുക, അല്ലെങ്കിൽ ഒരുപാട് സന്നദ്ധ സംഘടനകളുണ്ട്. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ സംഘടനയുണ്ട്, യൂത്ത് കോൺഗ്രസ് ഉണ്ട്, യുവമോർച്ച ഉണ്ട്, അങ്ങനെ ഒരുപാട് പേരുടെ സംഘടനകളുണ്ട്. അങ്ങോട്ട് നമുക്ക് ക്യാഷ് അടയ്ക്കാം, അവർ വഴി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ചെയ്യാം. പക്ഷേ എന്നെ സംബന്ധിച്ചോളം എനിക്കിപ്പോൾ വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് CMDRFിലേക്ക് ക്യാഷ് അയക്കാമെന്ന് വെച്ചത്. സോ അങ്ങനെ എന്തായാലും ഒരു എമൗണ്ട് ക്യാഷ് അങ്ങോട്ട് അയക്കുന്നതായിരിക്കും. അതിൻ്റെ സ്ക്രീൻഷോട്ടും അതിൻ്റെ വീഡിയോ ആയിട്ട് വേറൊരു വീഡിയോ വരുന്നതായിരിക്കും. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ഈ പറയുന്ന കാര്യം സത്യമാണോ അല്ലയോ ഞങ്ങൾ ഒരുപാട് പേര് ചെക്ക് ചെയ്യും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ചെറിയൊരു എമൗണ്ട്, വലിയ എമൗണ്ടൊന്നും അല്ല, ചെറിയൊരു എമൗണ്ട് നമ്മളെ കൊണ്ട് ഒക്കുന്നത് എന്തായാലും അയക്കണമെന്നെങ്കിൽ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞതാണ് എന്തായാലും അയക്കും. പണ്ട് രാമകൃഷ്ണ മിഷനിൽ ഞാൻ നോർത്ത് ഇന്ത്യക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ക്യാഷ് അയച്ചിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും ആരും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. കാരണം നമ്മളത് കൊടുക്കുന്നു. കാരണം അവർ ഒരുപാട് മെഡിക്കലി കാരണം പാവപ്പെട്ട ജനങ്ങൾ ഒരുപാട് പേര് അവർ സഹായിക്കുന്നുണ്ട്. അവർ ഈ റോഡിൽ കിടക്കുന്ന ആൾക്കാരെ സഹായിക്കുന്നുണ്ട്, അവരെ മരുന്ന്, ട്രീറ്റ്മെൻറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നും കൊടുക്കാൻ. പക്ഷേ കേരളത്തിൻ്റെ അവസ്ഥ സത്യം പറയാൻ എനിക്ക് യാതൊരു വിശ്വാസമില്ല. കൊടുത്ത കാശ് ആരെങ്കിലും കട്ടുകൊണ്ട് പോകുന്നുള്ള കാര്യം 100% ഉറപ്പത്തിൽ തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ ഗവൺമെൻറ് തരുന്ന ക്യാഷ് തന്നെയാണ് എനിക്ക്. അപ്പം അത് വരെ പോട്ടെ എന്ന രീതിയിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം കഴിഞ്ഞ നമുക്കറിയാം 81 കോടി രൂപ KSFBയിൽ ലാപ്ടോപ്പ് വാങ്ങാൻ കൊടുത്ത ടീമാണ്. അതേ സമയത്ത് ഓണത്തിന് കിറ്റ്, മറ്റേ കുടുംബശ്രീക്ക് എന്തൊക്കെയോ ഒരുപാട് ക്യാഷ്, പിന്നെ റോഡിൻ്റെ പണിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് റോഡിൻ്റെ പണി നമുക്കറിയാം എന്താ സംഭവിക്കുന്നതെന്ന്. അപ്പം ഓവറാൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ക്യാഷ് കൊടുക്കുന്നത് വെറുതെയാണെന്നുള്ള കാര്യം 100% നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. മിസ്മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് കേരളം കണക്ക് വേറെ സ്റ്റേറ്റ് ഇല്ല. അപ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് നമ്മൾ ഒരുപാട് താഴേക്കാണ്. സത്യമായ കാര്യമാണ്. സാമ്പത്തികമായിട്ട് നമുക്ക് ആകെപ്പാടുള്ള വരുമാനം എന്ന് വെച്ചാൽ ലിക്വർ, ലോട്ടറി, അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് വരുന്നത്, അല്ലെങ്കിൽ പിന്നെ കുറേ ഒരുപാട് ടാക്സുകൾ ഇപ്പോൾ അനധികൃതമായിട്ട് ഒരുപാട് കൂട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള വരുമാനമാണ് ശരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. അല്ലാതെ നമുക്കിവിടെ ഒന്നും ഇല്ല ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇവിടെ മൈൻസ് ഇല്ല, അല്ലെങ്കിൽ നമുക്ക് ഒരു റിസോഴ്സ് ഇല്ല, വേറെ വലിയ വലിയ കമ്പനികളൊന്നുമില്ല. എല്ലാം ചെറിയ ചെറിയ കമ്പനികളാണ്. അതൊന്നും ഈ പറയുന്ന കണക്ക് ഗവൺമെൻറ്റിൻ്റെ ടാക്സ് ഒരു വലിയ എമൗണ്ട് അടയ്ക്കേണ്ട ഒരു സാഹചര്യം ഇല്ല. പിന്നെ ഇപ്പോൾ വിഴിഞ്ഞം വന്നിട്ടുണ്ട്. പക്ഷേ അതിനെ മാക്സിമം യൂസ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ പ്രോഡക്ട്സ് വേണം, അതുവഴി എക്സ്പോർട്ട് ഇമ്പോർട്ട് നടക്കണം. അങ്ങനെയാണെങ്കിൽ അതുവഴി നമുക്ക് ഒരുപാട് ക്യാഷ് കിട്ടും. പക്ഷേ ഇന്നത്തെ അവസ്ഥയിൽ അത്തരത്തിലുള്ള ഒരു വരുമാനത്തിൻ്റെ ആ ഒരു സാഹചര്യം നമുക്കില്ല, ചെയ്യാൻ പറ്റത്തില്ല കേരളത്തിൽ. കാരണം ഒരുപാട് പരിമിതികളും കാര്യങ്ങളുണ്ട്. നമ്മൾ കൊണ്ടുവന്ന ഒരു കൾച്ചറുണ്ട് നമുക്ക്. അത് ബ്രേക്ക് ചെയ്ത് വരണമെങ്കിൽ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വരണം. അപ്പോൾ ഡൽഹിയിലൊക്കെ നമ്മുടെ അരവിന്ദ് കെജ്രിവാളൊക്കെ നല്ല എഡ്യൂക്കേറ്റഡ് ആണ്. അരവിന്ദ് കെജ്രിവാൾ എന്ന് വെച്ചാൽ IITയിൽ പഠനം, IRS UPSCയിൽ IRS എടുത്ത് കഴിഞ്ഞിട്ട് ശേഷമാണ് കെജ്രിവാൾ ഈ ആം ആദ്മി പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത് തന്നെ. അപ്പോൾ അദ്ദേഹത്തിനെ കണക്ക് അത്രയും എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഒരുപാട് വ്യത്യാസം വരും. നമ്മളെ പിള്ളേരിനി ഒരിക്കലും UKയും അമേരിക്കയിലൊന്നും എങ്ങും പോയി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. അതിൻ്റെ 2 ഇരട്ടി അല്ലെങ്കിൽ 10 ഇരട്ടി നമുക്ക് ഇവിടെ ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ബൈജു ഒക്കെ നമ്മുടെ ഫ്രണ്ടിൽ കാണിച്ചു തന്നിട്ടുണ്ട്. എത്ര ലക്ഷം കോടി രൂപയാണ് അവർ, എത്ര കോടി, ഏകദേശം ഒരു 28,000 കോടി രൂപയുടെ കണ്ട ആസ്തിയൊക്കെ ആ പുള്ളിക്കാരൻ ഇടയ്ക്ക് ചെയ്തു വെച്ചിരുന്നു. പിന്നെ ജസ്റ്റ് ഒരു പൊട്ടിപ്പോയ സത്യമാണ്. എന്നാലും ഞാൻ പറഞ്ഞതാണ്, നമുക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെയും എല്ലാത്തിൻ്റെയും എന്താ പറയുക, ടോട്ടലി നമുക്ക് എല്ലാ കാര്യവും ഉണ്ട്. പക്ഷേ ഒരു കാര്യം നമുക്ക് ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറാൾ നമ്മൾ നോക്കുമ്പം നമ്മുടെ മുകളിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഒരു മിസ്മാനേജ്മെൻറ്റ് ഭയങ്കരമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് ഏത് മേഖലയായാലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതാണ് ശരിക്കും നമുക്ക് പറയാനുള്ളത്. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പം ബസ് സ്റ്റോപ്പുകൾ നിങ്ങൾ നോക്കിയാൽ മതി. 70 ലക്ഷം രൂപയ്ക്ക് ചെയ്യുന്ന ബസ് സ്റ്റോപ്പുണ്ട്, 10 ഉണ്ട്, 5 ഉണ്ട്. ഈ ബസ് സ്റ്റോപ്പുകളിലെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കിയാൽ മതി, അവിടെ മൊത്തം വെറുതെ ഒരു ആവശ്യമില്ലാത്ത നമ്മുടെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ അവിടുത്തെ MP MLAയുടെ ഫോട്ടോ എടുത്ത് വെച്ചേക്കണം. അല്ലാതെ അവിടെ അഡ്വർടൈസ്മെൻറ്റ് വരെ. ഇപ്പോൾ ഞാൻ 2018 ഭുവനേശ്വരിൽ പോകുന്ന സമയത്ത്, ഒഡീഷയിലെ ഭുവനേശ്വരിൽ പോകുന്ന സമയത്ത് അവിടുത്തെ ബസ് സ്റ്റോപ്പുകളിൽ ഈ പറയുന്ന ബസ് സ്റ്റോപ്പിനകത്തെ കോളങ്ങൾ എന്ന് പറയുന്നത്, ഒരെണ്ണം എന്ന് പറയുന്നത് അവിടുത്തെ
നമ്മൾ എവിടെ നിൽക്കുന്നതിനെ പറ്റി കാണിക്കാനും ചുറ്റുപാടും എങ്ങോട്ടൊക്കെ പോകാമെന്ന രീതിയിൽ അവിടുത്തെ ബസ് സ്റ്റോപ്പ്, ബസ് റൂട്ട് അങ്ങനത്തെ രീതിയിലാണ്. പിന്നെ രണ്ടാമത്തെ എന്ന് പറയുന്നത് അവിടുത്തെ ജ്വല്ലറി അങ്ങനത്തെ പരസ്യങ്ങളുടെ ബോർഡ് മാത്രമാണ്. പിന്നെ അതിന് ശേഷമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരസ്യമാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ തിയേറ്ററിൽ വരുന്ന പുതിയ പുതിയ സിനിമകളെ പറ്റിയുള്ള അപ്ഡേറ്റുകളോ അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അവിടെ നിന്ന് എത്ര രൂപ വരുമാനം കിട്ടുമെന്ന്. അങ്ങനെ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെയുള്ള ബസ് സ്റ്റോപ്പുകൾ എത്ര എണ്ണം ജസ്റ്റ് എണ്ണി നോക്കിയാൽ മതി. അതിലും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കോടി രൂപയുടെ വരുമാനം നമുക്കുണ്ടാവും. അത് മാത്രമാണോ KSRTC ബസ് സ്റ്റോപ്പുകൾ ചെയ്യാൻ പറ്റും, KTDCയുടെ ഓഫീസുകൾ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. ഇപ്പോൾ വാട്ടർ മെട്രോ എന്ന് പറയുന്ന പ്രോഗ്രാം കൊച്ചിയിൽ മാത്രം ചെയ്തു. ശരിക്കും കൊച്ചിയിൽ മാത്രമല്ല, നമുക്കിപ്പോൾ ആലപ്പുഴയിൽ ചെയ്യാം. എല്ലാ സ്റ്റേറ്റുകളെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ ഗവൺമെൻറ്, നമ്മുടെ മുന്നിലിരിക്കുന്ന ഗവൺമെൻറ് ഇതൊന്നും കാണാതെ അവർക്ക് ചില ഒരു താല്പര്യമായ കുറേ കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ എങ്ങനെയൊക്കെ കേരളത്തിൽ നമ്മൾ ക്യാഷ് അടിച്ച് മാറ്റാമെന്ന രീതിയിലുള്ളത്. നമ്മളൊരു പഞ്ചായത്ത് തലത്ത് നോക്കിയാൽ മതി, അതിനെക്കുറിച്ച് മനസ്സിലാകാൻ പറ്റും. ഇപ്പം നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഉൾപ്പെടുന്ന ആൾക്കാർ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കൃഷി ചെയ്യുന്ന സ്ഥലത്ത് എത്താൻ വേണ്ടി റോഡില്ലെന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് നിങ്ങൾ എൻ്റെ ഒരു ഫേസ്ബുക്കിൽ വീഡിയോ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. 15 വർഷം മുമ്പ് ഞാനൊരു ഈ കാര്യം പറഞ്ഞു, നമുക്ക് റോഡില്ലെന്നുള്ള കാര്യം. അങ്ങനെ ഇത്തവണത്തെ വന്ന ഗവൺമെൻറ് മീൻസ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റാണുള്ളത്. അവർ അവിടെ ചെയ്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെയായിട്ട്. റോഡും ഇല്ല, അവിടെ ഒന്നുമില്ല. നെൽകൃഷിക്ക് റോഡും ഇല്ല, ഒന്നുമില്ല. പക്ഷേ ഒരു വർഷം കൊണ്ട് ഒരു പാറക്കോറിക്ക് 2 ലൈന് നല്ല അടിപൊളി റോഡ്, നമ്മുടെ ടോറസിൻ്റെ വലിയ ലോറി പോകുന്ന റോഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഇട്ട് തരാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അത് ഇട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ കാര്യം നടക്കും. പക്ഷേ എന്താ സംഭവം? ക്യാഷ് വേണം. അതിൻ്റെ പിൻബലമുള്ള ആൾക്കാർ, അതിൻ്റെ ബാക്കിൽ ചെയ്യാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവിടെ എല്ലാം നടക്കും. പക്ഷേ എന്താ സംഭവം എന്ന് പറയുന്നത്, അതിനുള്ള ഈ കൃഷി എന്ന് പറയുന്നത് ഈ പാറയോ അല്ലെങ്കിൽ മറ്റുള്ളോ കണക്കല്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ടൈമാണ്. ഈ പാറക്കോറി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ തന്നെ നശിപ്പിക്കുന്നതിന് തുല്യമാണ്. അതൊക്കെയല്ല കൃഷി എന്ന് പറയുന്നത്. കൃഷി എന്ന് പറയുന്നത്, ഒരു ജൈവ കൃഷി എന്ന് പറയുന്നത് ആ നാടിൻ്റെ ഐശ്വര്യമാണ്. ഒരു 10, 20, 50, 100 വർഷം കഴിയുമ്പോൾ അടുത്ത തലമുറയ്ക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ അറിവെന്ന് വെച്ചാൽ കൃഷിയെ പറ്റിയാണ്, അല്ലാതെ മറ്റൊരു അറിവല്ല. അപ്പം അത്തരത്തിലുള്ള കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക, റോഡ് വെക്കുക, അവിടെ ആവശ്യത്തിന് വെള്ളം എത്തിക്കുന്ന കാര്യം ചെയ്യുക. അങ്ങനെയല്ല ഇവിടുത്തെ ഗവൺമെൻറ് ചെയ്യുന്നത്. അവിടെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ടോട്ടലി അതിനെതിരാണ് നിൽക്കുന്നത്. സോ ഞാൻ ജസ്റ്റ് ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഇത് ഒരു പൊളിറ്റിക്കലായിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പക്ഷേ അതിനെ യൂസ് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കുരുമുളക് എന്നൊക്കെ പറയുന്നതുകൊണ്ട് ഒരു ബ്ലാക്ക് ഗോൾഡ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ആഗോളത്തിൽ അതിൻ്റെ ഒരു വിപണന മൂല്യം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്ന കണക്കൊന്നുമല്ല. ഭയങ്കര രീതിയിൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന സംഭവമാണ്. പക്ഷേ അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കേരളം കണക്കൊരു സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ കാര്യമൊന്നുമല്ല. നമുക്കിവിടെ ഈസി ആയിട്ട് കിട്ടുന്നതാണ്. പക്ഷേ അതിനാരും അതിൻ്റേതായിട്ടുള്ള ഹെൽപ്പ് കൊടുക്കുകയോ ഒരു കാര്യവും ചെയ്യുന്നില്ല. അത് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ അത് മുന്നോട്ട് വരത്തില്ല. അത് ആരും കൃഷി ചെയ്യാതെ വരും. അതിന് പ്രോപ്പറായിട്ടുള്ള കൃഷിയുടെ ഗൈഡൻസ്, പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും ഉയർന്ന രീതിയിൽ അത് മുന്നോട്ട് വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് മേഖല നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് മാത്രമല്ല, IT മേഖല അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ലൈഫ്. ഇപ്പോൾ നമ്മൾ കാഴ്ച ചോദിക്കാൻ മതി, കോളേജിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് എത്ര പേരാണ് ശരിക്കും അവർ സ്വന്തമായിട്ട് ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കുന്നത്? ഈ പറഞ്ഞ പല വിദേശ രാജ്യങ്ങളിലും നമ്മൾ പോകുമ്പോൾ ഈ കുട്ടികൾ നേരെ ചെല്ലുന്നത് അവിടുത്തെ മക്ഡൊണാൾഡ്സിലും അവിടുത്തെ KFCയിലും അവിടെയൊക്കെ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ വെയർ ഹൗസിലും അവിടെയൊക്കെ വർക്ക് ചെയ്ത് പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്ത് ജോലി എടുത്ത് കാശ് ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഭൂരിഭാഗം പേര് ഒന്നെങ്കിൽ എന്ത് ചോദിച്ചാൽ ഏതെങ്കിലും പാർട്ടിയുടെ കീഴിൽ ആരെങ്കിലും അടിക്കാനോ അല്ലെങ്കിൽ വലിയ റെവല്യൂഷൻ എന്ന് പറഞ്ഞ് നടക്കും. പക്ഷേ എന്ത് റെവല്യൂഷനോ? ഒരു റെവല്യൂഷനും ഇല്ല. ചുമ്മാ ക്യാഷ് എല്ലാം ഒരു പരിധി വരെ എല്ലാം നല്ലതാണ്. പക്ഷേ അതിൻ്റെ ഇവിടെ നടക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരു പരിധിക്ക് അപ്പുറം നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഒരു താല്പര്യങ്ങളായ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി ആൾക്കാർ പോകുന്നതല്ലാതെ അതിനൊന്നും വലിയ റെവല്യൂഷൻ എന്ന് പറയുന്ന കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം നീറ്റിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം, നീറ്റിൻ്റെ UG PG കാര്യങ്ങളൊക്കെ, എക്സാമിൻ്റെ കാര്യങ്ങൾ ഇവിടെ എത്ര യൂത്തിൽ പ്രശ്നങ്ങളുണ്ടായി? ഏതെങ്കിലും ഒരു യൂത്ത് സംഘടന ഇറങ്ങി വന്ന് സംസാരിച്ചു ഒന്നും ചെയ്തോ? ഒന്നുമില്ല. എല്ലാത്തിൻ്റെയും അതിൻ്റെതായ കാര്യങ്ങളുണ്ട്. പക്ഷേ ആവശ്യമുള്ള കാര്യങ്ങൾ ഇവരൊന്നും ഇറങ്ങാറുമില്ല. അവർക്ക് സാമ്പത്തികമായ ലാഭം ഉണ്ടോ അല്ല, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഇറങ്ങാറുള്ളൂ. അതാണ് ശരിക്കുള്ള സത്യാവസ്ഥ. പിന്നെ എനിക്ക് കിട്ടുന്ന ഈ PG സ്റ്റൈഫിനെ സംബന്ധിച്ചോളം കൂടുതലാണോ കുറവാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോൺ ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്ക് സംബന്ധിച്ചോളം ഇത് വളരെ കൂടുതലാണ്. ഇതിൽ ഒരു കുറവെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എനിക്കിനി അടയ്ക്കേണ്ട ഫീസ് അത് സംബന്ധിച്ച് ശരിക്കും കുറച്ച് ഹൈ ആണ്. ഒരു 87, 85 എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ സമയത്തോളം കൊടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം നമ്മൾ വേറെ ഒരു പണിക്ക് പോകാൻ പറ്റത്തില്ല ഈ സമയത്ത്. പക്ഷേ എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഓൺലൈനായിട്ട് വർക്ക് ചെയ്യുന്ന ആളായിരുന്നു. പക്ഷേ ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ രജിസ്ട്രേഷൻ സമയത്ത് എൻ്റെ ഡൽഹി രജിസ്ട്രേഷൻ, പെർമനൻറ്റ് രജിസ്ട്രേഷൻ പോയി. അപ്പോൾ കേരളത്തിൽ എനിക്കുള്ള ജസ്റ്റ് ടെമ്പററി രജിസ്ട്രേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ വർക്ക് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം ഇവിടെ ഓൺലൈനായിട്ടാണെങ്കിലും ഓഫ്ലൈനായിട്ടാണെങ്കിലും. ഇപ്പോൾ പല മെഡിക്കൽ കോളേജിലും പിള്ളേർ 3rd ഇയറിലും 4th ഇയറിലും മെഡിക്കൽ കോളേജ് പല ഹോസ്പിറ്റലിലും പോയി വർക്ക് ചെയ്യുന്നുണ്ട്. ടോട്ടലി ഇല്ലീഗലാണ്. ഒരു തവണ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ഫുള്ള് പോവും. അത് ഭയങ്കര ഇഷ്യൂ ഒക്കെ വരുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ചെയ്യാതിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ.
അതിനൊക്കെ തന്നെ ഒരു കാര്യം പറയാനെന്ന് പറയുന്നത് നമ്മുടെ ഈ കേരളത്തിൽ ജീവിക്കുന്നതും മറ്റ് സ്റ്റേറ്റിൽ ജീവിക്കുന്ന നമ്മുടെ കമ്പാരിസൺ ആണ്. അപ്പോൾ നോക്കുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ പെട്രോളിന് 107 ഞാൻ പെട്രോളിനെ കുറിച്ച് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഞാൻ വണ്ടി ഓടിക്കുന്ന ആളാണ്, നല്ല രീതിയിൽ വണ്ടി എടുക്കുന്ന ആളാണ്. അപ്പം എനിക്ക് മന്ത്ലി ഒരു 10 to 15K വരെ എണ്ണ അടിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് കേരളത്തിൽ. ഈ സെയിം സാധനം ഞാൻ വേറെ ഏതെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിൽ എനിക്കൊരു 5Kക്ക് അടുത്തെങ്കിലും ഒരു ലാഭം ഉണ്ടായാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചില സമയത്ത് ഞാൻ നേരെ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഫുൾ ടാങ്ക് അടിച്ചിട്ടേ വരത്തുള്ളൂ. അപ്പം വലിയൊരു എമൗണ്ട് അല്ലെങ്കിൽ ചെറിയൊരു എമൗണ്ട് നമുക്ക് അവിടെ നിന്ന് ലാഭിക്കാൻ പറ്റും, എന്തെങ്കിലും ആവശ്യത്തിന് പോകുമ്പോഴാണല്ലോ. അത് ഇതിനു വേണ്ടി മാത്രം പോവല്ല. അപ്പോൾ ഇതിനു വേണ്ടി മാത്രം പോവുകയാണെങ്കിൽ പിന്നെ അടിക്കേണ്ട ആവശ്യമില്ല, അവിടെ ഇവിടെ തന്നെ അടിക്കാവുന്നേ ഉള്ളൂ. സോ ഞാൻ പറഞ്ഞത് അത്രയേ ഉള്ളൂ. കാരണം ഒരു ചെറിയൊരു എമൗണ്ട് ആണെങ്കിലും കേരളത്തിൽ 107 സംതിങ് ആണ്. ഇപ്പോൾ കർണാടകയിൽ പോയി കഴിഞ്ഞാൽ 96, 98 റേഞ്ച്, 100 താഴെയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം എല്ലാ കാര്യങ്ങളും നോക്കുകയാണെങ്കിലും കേരളം ഒട്ടും സാമ്പത്തികമായിട്ട് മീൻസ് ജീവിത നിലവാരത്തിൽ ഒട്ടും കുറവുള്ളൊരു സ്റ്റേറ്റ് അല്ല. ഈ കാശിൻ്റെ കാര്യത്തിൽ എല്ലാത്തിനും വില കൂടുതൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന സമയത്തുള്ള എല്ലാ ചിലവുകളും. ഇപ്പം റെൻ്റ് എടുക്കണമെങ്കിൽ തന്നെ ഇപ്പം മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ നമ്മൾ PG ഹോസ്റ്റലൊക്കെ റെൻ്റ് എടുക്കണമെങ്കിൽ ഒരു 6-7 ഇവിടെ 10Kക്ക് ഒരു അടുത്ത് വരെ നമുക്ക് ആവും, ഒരു നല്ലൊരു സ്ഥലത്തൊക്കെ പോയി എടുക്കണമെങ്കിൽ. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുമ്പം ഓവറാൾ നോക്കുകയാണെങ്കിൽ മറ്റ് സ്റ്റേറ്റ് കണക്ക് തന്നെ കേരളവും അത് കണക്ക് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിലുള്ള ഫണ്ടും കാര്യങ്ങളും നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇത് പിന്നെ ഈ പറയുന്ന കാര്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിനിക്കൽ PGയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോൾ സർജറി, മെഡിസിൻ, റേഡിയോ, സൈക്യാട്രി, OBG അതൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം അവർ ചെയ്യുന്ന വർക്കിന് ശരിക്കും അവർക്ക് ക്യാഷ് കിട്ടുന്നില്ല. ഇപ്പോൾ മറ്റ് സ്റ്റേറ്റുകളിലെ അവരുടെ അതേ റാങ്ക് അല്ലെങ്കിൽ അങ്ങനെ ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഇതിൻ്റെ 2 ഇരട്ടി, ഇപ്പം നമുക്ക് കിട്ടുന്നതിന് 2 ഇരട്ടിയാണ് നോർത്തിലുള്ളവർക്ക്. ഡൽഹിയിലോ ഗുജറാത്തിലോ UPയിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ അത്രയും ഉണ്ട്. അതൊക്കെ തന്നെ ഫീസ് നമ്മളെ പാതിയുള്ളൂ. ഞാൻ ഒരുപാട് തവണ നമ്മുടെ കേരള PG അസോസിയേഷൻ പ്രസിഡൻ്റൊക്കെ പറഞ്ഞു, പക്ഷേ ഒരു കാര്യമില്ല. പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യമുണ്ട്, റെലവൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഗവൺമെൻറ്റിനെതിരെ പറയാൻ പാടില്ല, ഗവൺമെൻറ് അനുകൂലിക്കണം. എന്താ കാര്യം? അവർ SFIയുടെ ആൾക്കാരാണ്. ഈ മോളിൽ നിൽക്കുന്ന 3-4 പേർക്ക് ഒരുപാട് ഉപയോഗം വരും ലൈഫിൽ. ഇപ്പം ജോലി, പരീക്ഷ എഴുതാം, PSC ചെയ്താൽ അവർക്ക് വേണമെങ്കിൽ ഗവൺമെൻറ്റിൽ കയറായിരിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർക്കുണ്ട്. പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ നിൽക്കുന്ന ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. സാമ്പത്തികമായിട്ട് ഇപ്പം ഒരുപാട് പേരെ എനിക്കറിയാം, ജനറൽ കാറ്റഗറിയിൽ നല്ല ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെ സംബന്ധിച്ചോളം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു 1000-2000 എന്ന് പറയുന്ന വലിയൊരു എമൗണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ അവർ വേറെ വല്ല പ്രൈവറ്റിലോ അല്ലെങ്കിൽ വേറെ വല്ല പാർട്ട് ടൈം ആയിട്ട് വേറെ വല്ല ജോലിക്കൊക്കെ പോകേണ്ടി വരും. സോ ഓവറാൾ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. കേരളത്തിൽ സ്റ്റൈഫൻഡ് എന്ന് പറയുന്നത് ക്ലിനിക്കൽ PGക്ക് ഒട്ടും അഭികാമ്യമായ ഒരു എമൗണ്ട് അല്ല കിട്ടുന്നത്. പക്ഷേ നോൺ ക്ലിനിക്കൽ സമയത്തോളം ഇത് ഓക്കെയാണ്. പിന്നെ നമ്മുടെ ഫീസ് ഒന്ന് കുറയ്ക്കണം, ആ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. ഇതാണ് ഓവറാൾ കാര്യങ്ങൾ. ഇനി എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. താങ്ക്സ്.